പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ ഇളകി മറിഞ്ഞ് ലോക്സഭ. നീറ്റ് ക്രമക്കേടിലും പോലീസ് അതിക്രമത്തിലും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിട്ട് കടന്നാക്രമിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം. ജന്തർ മന്ദറിൽ സമരം ചെയ്തത് വിദ്യാർത്ഥികളാണ്, തീവ്രവാദികളല്ലെന്ന് പ്രിയങ്ക പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചതോടെ സഭയിൽ ബഹളമുണ്ടായി. പ്രിയങ്കയുടെ വാദം പ്രഹ്ലാദ് ജോഷി നിഷേധിക്കുകയും ഭരണപക്ഷം പ്രകോപിതരാവുകയും ചെയ്തു. ഭരണപക്ഷത്തിന്റെ ആവശ്യപ്രകാരം പ്രിയങ്കയുടെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കി. എന്നാൽ ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ അനുകൂലിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം ഉന്നയിച്ചതെന്നും തെളിവുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. CJP സമരത്തിൽ അതിക്രമം ഉയർത്തി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുകയാണോ കോൺഗ്രസ്? കാണാം RDX റാപ്പ്. പരീക്ഷാ ക്രമക്കേട് തടയൽ ബില്ലിന്മേൽ ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. നീറ്റ് ക്രമക്കേടിനെതിരെ സമരം ചെയ്തവർക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തെ രൂക്ഷമായ ഭാഷയിലാണ് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചത്. നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർവാതകവും പെല്ലറ്റ് ഗണ്ണും ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നും ഈ ക്രൂരമായ നടപടിക്ക് ഉത്തരവിട്ടത് ആരാണെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദികളെ പോലെയാണ് ഡൽഹി പോലീസ് പരിഗണിച്ചത്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് പ്രധാനമന്ത്രിയോ അതോ ആഭ്യന്തരമന്ത്രിയോ എന്നും പ്രിയങ്കയുടെ ചോദ്യം. കൂടാതെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നേരത്തെ സ്ത്രീകളുടെ അന്തസ്സിനെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയ ആളാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളവുമുണ്ടായി. പ്രിയങ്ക ഗാന്ധി നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് കിരൺ റിജിജു പറഞ്ഞു. ഇതോടെ പ്രഹ്ലാദ് ജോഷിക്കെതിരെയുള്ള പരാമർശം സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. പെല്ലറ്റും AK-47 ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയത് ആരാണെന്നും സമരക്കാർ തീവ്രവാദികളാണോ എന്നും പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ചോദിച്ചു. പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട് എന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. देश के युवाओं पर पैलेट गन्स और AK-47 चलवाने की क्या आवश्यकता थी? क्या वे आतंकवादी थे? क्या आतंकवादी हैं? टेररिस्ट हैं? हाँ, कांग्रेस बोल रही है। सर, जो प्रहलाद जोशी जी ने बिल्कीस बानो के बलात्कारियों की रिहाई पर जो बयान दिए, उसका प्रमाण मैं आपको दे दूंगी, मैं भेज दूंगी। കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ പ്രിയങ്ക ഗാന്ധി ആരോപണം ഉന്നയിച്ചതോടെ ഭരണപക്ഷാംഗങ്ങൾ പ്രകോപിതരായി. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിന് തെളിവ് ഹാജരാക്കണമെന്നും ക്ഷമ പറയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. इस तरह का भाषा का इस्तेमाल ना करें। आपने डिबेट से पहले आपने अपील किया कि संसद में डिबेट का स्तर को नहीं गिराने चाहिए। उनके पार्टी के वो सीनियर लीडर है, वो पहली बार चुन के आए हैं, मगर उनके पार्टी में सीनियर है, जिम्मेदारी के साथ बोलना चाहिए। अगर पूरा ऑथेंटिकेट नहीं कर सकते हैं तो मैं ये मानता हूं कि उनको क्षमा मांगना चाहिए सदन से. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ആളാണെന്ന പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി തള്ളി. എന്തും പറയാമെന്നാണോ പ്രിയങ്ക ഗാന്ധി വിചാരിക്കുന്നതെന്നും പറഞ്ഞതിന് തെളിവ് വേണമെന്നും പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടു. ऑथेंटिक करना चाहिए, ऑथेंटिकेट करना चाहिए। आप जो मिस इन्फॉर्मेशन कर रहे हैं, नहीं तो मिस इन्फॉर्मेशन के लिए कार्रवाई करना चाहिए सर। ये क्या कुछ भी बोल के चल सकते हैं क्या? आपने जो रूल का जिक्र किया 353 में, मुझे कोई नोटिस नहीं दिया है, मैं इधर प्रेजेंट हूँ और मैंने ऐसे कैसे बिना ऑथेंटिकेशन बोल सकते हैं, मुझे बिना नोटिस दिए हुए। इसलिए मैं इसको खंडन करता हूँ और उसको एक्सपेल करना चाहिए और उनको माफी मांगना चाहिए. ഇപ്പോൾ കോക്രോച്ച് തെരുവിലും കോൺഗ്രസ് പാർലമെന്റിലുമാണ് കേന്ദ്ര സർക്കാരിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെ കണ്ടപ്പോൾ തോന്നി. പക്ഷേ എന്താ തോന്നിയത്? കേൾക്കാൻ അവിടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇല്ലായിരുന്നു എന്നുള്ളത് നിലനിൽക്കെ തന്നെ പാർലമെന്റിലെ പ്രസംഗം രേഖപ്പെടുത്തി പോകുന്നതാണ്. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇല്ലെങ്കിലും സ്പീക്കർ വഴി അവരിലേക്ക് ഈ വിവരങ്ങൾ എത്തുന്ന നിലയ്ക്കാണല്ലോ അത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതവിടെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആത്യന്തികമായി നേരത്തെ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ പാർലമെൻറ്റിനോട് വിധേയപ്പെട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, നിയമത്തോടും ഭരണഘടനയോടും വിധേയപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് വേണ്ടത്. ഇതിപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നിയമം കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് ഉത്തരവാദിത്വവും അത് നടപ്പാക്കലുമാണ് പ്രധാനം എന്നുള്ളത്. നിയമം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഇവിടെ.
ആ നിയമം നടപ്പാക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലെ ഉത്തരവാദിത്വം കാണിക്കുന്നതിലും കൂടിയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. അത് സർക്കാർ ചെലുത്തുന്നില്ല എന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. ഇന്നത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, സനീഷ, ബില്ലിന്മേലാണല്ലോ ചർച്ച നടക്കുന്നത്, പക്ഷേ സമഗ്ര വിഷയങ്ങളും തൊട്ടാണ് ഇന്ന് പ്രിയങ്ക അവിടെ സംസാരിച്ചത്. അതിനകത്ത് തൊഴിലില്ലായ്മ വന്നു, ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസിൻ്റെ അതിക്രമം വന്നു, അത് ആ മേഖല മുഴുവൻ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഉൾപ്പെടുന്നു. ഒപ്പം ഭരണപരാജയവും ഏതാണ്ട് സമ്പൂർണ്ണമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക തന്ത്രപരമായ ഒരു നിലപാടാണത്. കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു മൂഡ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പ്രിയങ്ക ഗാന്ധി അവിടെ സംസാരിച്ചത്. ഇപ്പോൾ സി ജെ പി വിത്ത് വിതയ്ക്കുകയല്ലേ ചെയ്തത്. ആത്യന്തികമായി ആ വിളവെടുക്കേണ്ടത് കോൺഗ്രസ് അല്ലേ. വേണമെങ്കിൽ ബി രാജീവൻ പറഞ്ഞതിനെ അങ്ങനെയും വേണമെങ്കിൽ വിലയിരുത്താം. അപ്പോൾ അതിന് വേണ്ട ഇടപെടലും അതിന് വേണ്ട ശ്രമവും കോൺഗ്രസ് നടത്തണം എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ബി രാജീവൻ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി കേട്ടിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇന്നത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ. പാർലമെൻറ്റിനുള്ളിൽ അവർ കേൾക്കും, പുറത്തത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ നിലയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര പ്രസംഗമായിരുന്നു. അതുകൊണ്ടാണ് കിരൺ റിജിജു ഇത് അവസാനിപ്പിക്കുമ്പോൾ ഉടനെ പറഞ്ഞു, ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എടുത്തുകൊണ്ട് ഒന്ന് വായിച്ചതാണ്. രാഹുൽ ഗാന്ധിയേക്കാൾ നല്ല പ്രസംഗമായിരുന്നു. അതെ, അതായത് ഇവർക്ക് രണ്ടുപേർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നിന്ന് സംസാരിക്കും. അതിൽ വികാര വിക്ഷുബ്ധതയൊന്നും ഉണ്ടാവില്ല. വളരെ ലൈറ്റ് മൂഡിൽ നിന്നിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണ് ഇവർ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് സംസാരിച്ചത്. പക്ഷേ ഇതിൽ തന്ത്രപരമായ വിജയം എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും ഈ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു. ഈ ഇന്നത്തെ പ്രസംഗത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് ഇതിന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അത് വേറൊന്നുമല്ല, അത് ഈ പ്രഹ്ലാദ് ജോഷിയെക്കുറിച്ചുള്ള പരാമർശം അവിടെ രേഖയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതും ഒക്കെ ഉണ്ടല്ലോ. അത് പരാമർശിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? അതായത് ഇദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയിലേക്ക് ഇപ്പോൾ വരികയാണ്. ഇതിനു മുമ്പ് അദ്ദേഹം നടത്തിയ പരാമർശമാണ്. ഇപ്പോൾ ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾ ആരാണ്? അവരെന്താ ചെയ്തത്? ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികളാണ്. അവരുടെ നല്ല നടപ്പിനെ കുറിച്ച് അദ്ദേഹം വാചാലനായത് അന്ന് വലിയ വിമർശനത്തിനിടയാക്കി, വലിയ വാർത്തയായിരുന്നു അത്. അതാണ് പ്രിയങ്ക ഗാന്ധി അവിടെ എടുത്തു പറയാൻ ശ്രമിച്ചത്. കാരണം അത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണല്ലോ. അതുകൊണ്ടാണ്, അതായത് അവരുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് നല്ല നടപ്പിനെക്കുറിച്ച് അവർ നല്ല മനുഷ്യരാണ് എന്ന മട്ടിൽ വരെ പരാമർശം വന്നു എന്നുള്ളതാണ് അവരുടെ എടുത്തു പറയാൻ ശ്രമിച്ചത്. അത് വലിയ വിമർശന വിധേയമായതാണ് അന്ന് തന്നെ. അപ്പോൾ ആ വിഷയമാണ് അദ്ദേഹം എടുത്തു പറയാൻ ശ്രമിച്ചത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്തായാലും ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നതിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു, കോൺഗ്രസ് വിജയിച്ചു. ഇത് കേൾക്കാനായിട്ട് ഇവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇല്ലല്ലോ എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. അതെല്ലാം ആ മുറയ്ക്ക് അവിടെ നടന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് CJP വിതച്ചത് കൊയ്യാനുള്ള പണി പാർലമെൻറ്റിനുള്ളിൽ കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. അതാണ് അത് ശരിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഇടപെടലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ. മനോഹരമായിട്ടുള്ള പ്രസംഗമായിരുന്നു. പാർലമെൻ്ററി ഇടപെടൽ മട്ടിൽ നല്ലതായിരുന്നു അത് ശരിക്കും. ആ തരത്തിൽ പിന്നെ ബി രാജീവൻ സാറ് പറഞ്ഞത് ശരിയാണല്ലോ, ഇവരെടുക്കുന്നുണ്ടല്ലോ ഒരു മുൻകൈ എന്ന തോന്നലുണ്ടാകുന്ന കാര്യം തന്നെയാണ് എനിക്കും ഉണ്ടായത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഹർഷ, അതായത് നമ്മൾ ഈ CJP സമരത്തോടെ കണ്ട ഒരു കാര്യമുണ്ടല്ലോ, അതായത് സമരങ്ങളെ അഗ്രസീവായിട്ടല്ല, സർക്കാസ്റ്റിക്കായിട്ടും ഏറ്റവും രൂക്ഷമായിട്ട് അടികിട്ടുമ്പോഴും അതിനോട് തമാശയായിട്ടും മറ്റുമൊക്കെ പെരുമാറുന്ന ഈ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ ഭാഷയെ പ്രിയങ്ക ഗാന്ധി എടുത്തിട്ട് നേരെ പാർലമെൻറ്റിൻ്റെ നടുവിലേക്ക് വെച്ച പോലെയാണ് എനിക്ക് ഇന്നത്തെ പ്രസംഗം കണ്ടപ്പോൾ തോന്നിയത്. ചിരിക്കായിരുന്നു വെച്ചാൽ ഈ പിന്നെ ബിൽക്കിസ് ബാനു കേസിൽ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിരിക്കായിരുന്നു എന്നല്ല, അത് അതിനുവേണ്ട ഗൗരവം കൊടുത്ത്, ഈ തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിനുവേണ്ട രാഷ്ട്രീയമായ ഗൗരവം കൊടുത്ത്, പക്ഷേ അങ്ങേയറ്റം ഇവരുണ്ടാക്കുന്ന ബഹളങ്ങൾക്ക് മുന്നിൽ വളരെ സമചിത്തതയോട് കൂടിയിട്ട് വളരെ ശാന്തയായിട്ട് നമ്മൾ ഈ CJP സമരത്തിൽ പോലീസ് ലാത്തിചാർജ് നടത്തുമ്പോൾ നെയിം ബാഡ്ജ് ഇല്ലാതെ ലാത്തിചാർജും ഈ വെല്ലറ്റ് ഗണ്ണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ചിരിച്ചും പാട്ടുപാടിയും നിന്ന ഈ രാജ്യത്തെ യുവത്വത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനെ പ്രിയങ്ക ഗാന്ധി അപ്പാടെ എടുത്തിട്ട് അവിടെ പ്രതിഫലിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഈ CJP സമരത്തിനും അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ എത്രമാത്രം വലിയ ഒരു വേരുണ്ടതിന്. ഇപ്പോൾ മഹാത്മാഗാന്ധി എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ തന്നെ ഇത്തരം അഗ്രസീവായിട്ടുള്ള സമരങ്ങളോട് അഹിംസ കൊണ്ടും സ്വയം താഴ്ന്നു നിന്നുകൊണ്ടും ഒക്കെ സമരം നടത്തുക എന്നാണ് നമ്മുടെ രാഷ്ട്ര ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ കുറേ ആയിട്ട് അഗ്രസീവായിട്ടുള്ള ഇടപെടലിലൂടെ അത് അങ്ങനെ മാറിയിരിക്കുകയാണ്. പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒന്ന് CJPയിൽ നിന്ന് കൊളുത്തി നമ്മൾ തലമുറ തോറും കെടാതെ എന്ന് പറയുന്നില്ല. അപ്പോൾ CJPയിൽ നിന്ന് ആ ദീപശിഖ വാങ്ങിയിട്ട് പ്രിയങ്ക ഗാന്ധി ഈ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് വെച്ചു എന്ന കാര്യം എനിക്ക് ആ തലക്കുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് അതിനകത്ത് രണ്ടാമത്തെ ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധി ഈ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലക്ക് വലിയ ലൈംലൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ മാറിയിരിക്കുന്നു, ഇത്രയും വലിയ സംഭവത്തിന് ശേഷം പ്രഹ്ലാദ് ജോഷി വരുന്നു. ലോകശ്രദ്ധയിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവായിട്ട് അദ്ദേഹത്തിന് നേരെ വരാവുന്ന ഒരു പോയിന്റിനെ പ്രിയങ്ക ഗാന്ധി സ്മൂത്തായിട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചു. യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന BJP സംഘപരിവാര പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയം എന്താണ്?
അത് ഗുജറാത്തിലെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഈ എമ്പുരാൻ സിനിമ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടു. കാരണം അവർ മറക്കാൻ ശ്രമിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ, അവരിൽ പല ആളുകളുടെയും ഉള്ളിൽ അഭിമാനത്തോടെ അവർ ഓർക്കുന്ന ഒരു സംഗതിയാണ് ഗുജറാത്തിലെ ഈ സംഗതി, വലിയ വംശഹത്യ എന്നൊക്കെ പറയുന്നത്. ടി ജി മോഹൻദാസിനെ പോലെ മനസ്സുള്ള ആളുകൾ, അതിനകത്ത് അങ്ങനത്തെ ആളുകളുണ്ടല്ലോ, അവർ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരേടാണ്. പക്ഷേ ഇന്ത്യ പോലൊരു മഹാജനാധിപത്യ രാജ്യത്തെ ഭരിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ഇത്രയ്ക്ക് അഗ്രസീവായിട്ട്, ഇത്രയ്ക്ക് ദുഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പ്രദർശിപ്പിച്ച് പോകാൻ പറ്റില്ല എന്ന ബോധ്യം ഇപ്പോൾ 10-12 വർഷക്കാലമായിട്ട് ഭരിക്കുന്നത് കൊണ്ട് ആ ഉത്തരവാദിത്തമുണ്ട്. പുറം ലോക രാജ്യങ്ങൾ വിശ്വഗുരു എന്ന നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും, നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും ഇനി അഗ്രസീവായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള ഈ സംഗതിയെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യമല്ല. അത് അപ്രതീക്ഷിതമായിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് വന്നപ്പോഴാണ് ഇവരാകെ ക്ഷയിക്കണമായിട്ട് അങ്ങേയറ്റം വലിയ അഗ്രസീവായിട്ട് ഈ മോഹൻലാലിനും പൃഥ്വിരാജിനെതിരെ ആഞ്ഞടിച്ചത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അത് അപ്രതീക്ഷിതമായിട്ടൊരു ഭാഗത്തു നിന്നായിരുന്നു വന്നത്. ആ കൃത്യമായിട്ട് ആ പോയിന്റ് എടുത്തിട്ട് പ്രിയങ്ക ഗാന്ധി സ്മൂത്തായിട്ട് എടുത്ത് വെക്കുക ചെയ്തത്. ഹർഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ബിൽക്കീസ് ബാനു റേപ്പ് ചെയ്യപ്പെടുക, കുട്ടിയെ അങ്ങേയറ്റം, അതായത് ഈ ജനാധിപത്യപരമായിട്ട് ആധുനികമായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ സഹിക്കാൻ പറ്റാത്ത അതിക്രൂര സംഭവമാണ് അവിടെ നടന്നത്. അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോയി. അവർക്ക് സമയം കഴിയുന്നതിന് മുമ്പേ പുറത്തേക്ക് ഇറക്കി വിട്ടു. വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ടായി, വിമർശനമുണ്ടായി. അപ്പം അതിനെ അനുകൂലിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ അത് നിയമപരമായിട്ട് അനുകൂലിക്കുന്ന വ്യാജേന വന്ന് സംസാരിച്ച ആളാണ് പ്രഹ്ലാദ് ജോഷി. ഇതെടുത്തിട്ട് മുന്നോട്ട് വെച്ച് കളഞ്ഞു അവർ വളരെ സ്മൂത്തായിട്ട്. രാഷ്ട്രീയമായിട്ട് ഇത്രയും രാഷ്ട്രീയ ജാഗ്രതയോടുള്ള ഒരു ഇടപെടൽ ഞാൻ സമീപകാലത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. അത് ഹർഷൻ, അത് ലൈവ് കാണുമ്പോൾ പ്രിയങ്ക ഗാന്ധി എന്ത് സ്മൂത്തായിട്ടാണ്, നിങ്ങൾ ബഹളം വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു പോകും. സഭാരേഖകളില്ല, പക്ഷേ രാജ്യത്തിൻ്റെ മനസ്സിലേക്ക് അത് വിട്ടുകഴിഞ്ഞു. അത് ആരുടെ മനസ്സിലേക്കാണ് പോകുന്നത്? ഇപ്പോൾ ഈ യുവജനത നേരത്തെ രാഷ്ട്രീയം ശ്രദ്ധിക്കാതെ മടുത്ത് മുന്നോട്ട് പിന്മാറിയിരുന്ന യുവജനതയുടെ അധിക ശ്രദ്ധ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ കൂടെയാണ് ഇത് വരുന്നതെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ BJP, അസമിലെ BJP മന്ത്രിയുടെ മകള്, ഉത്തർപ്രദേശിലെ BJP MP മകള് ഒക്കെ ഈ സമരത്തിനൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ഇങ്ങനെ അഗ്രസീവായുള്ളൊരു പാസ്റ്റ്, അഗ്രസീവായുള്ള ദുഷ്ടമായൊരു പാസ്റ്റ് ഇതിൽ ഇങ്ങനെയൊരു കൂട്ടർക്കുണ്ട് എന്ന് ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നതിനെടുത്ത് മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ കൊണ്ട് തീരുമോ? ഇന്നിപ്പോൾ സഭ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൾ ഹൈബി ഈഡനൊക്കെ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നതിന് പിന്നിലുണ്ട്. വളരെ സന്തോഷത്തോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും വളരെ രാഷ്ട്രീയോർജ്ജം പ്രസരിക്കുന്ന മുഖമായിട്ടാണ് ഹൈബി ഈഡനൊക്കെ പിന്നിലിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് നമുക്ക് അവിടെ കാണാമായിരുന്നു. പക്ഷേ അങ്ങേയറ്റം രോഷം നിറഞ്ഞ മുഖഭാവമായിരുന്നു ആളുകൾക്ക് ഈ ഭരണപക്ഷത്ത്. അവർ ഈ CJP സമരത്തിൽ തോറ്റു എന്ന് മാത്രമല്ല, ഇതിൽ ഇങ്ങനെയുള്ള ബാക്ക് ടു ബാക്ക് ഇങ്ങനെയുള്ള സംഗതികൾ വരികയാണല്ലോ എന്ന കാര്യവും കൂടെ വരികയാണ്. ഇത് ഞാൻ വിചാരിക്കുന്നില്ല, ഇപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഈ പ്രസംഗം കേട്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ വീട്ടിലിരുന്ന് ഫോണിലോ TV-യിലോ കാണുന്നുണ്ടാകും എന്നാണ് എൻ്റെ ഈ പഴമനസ്സ് എന്നൊക്കെ പറയില്ല അതുപോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവരെ ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിലായിട്ട് ഇതൊന്നും കേൾക്കാതെ ഇരിക്കാൻ പാകത്തിനുള്ളൊരു ഒരു നിസ്സംഗ നില പിടിക്കാവുന്ന കാര്യം ഇതുവരെ 12 വർഷക്കാലത്തിനിടയിലുണ്ടായ ഏതെങ്കിലും സമരം പോലെയില്ല. നരേന്ദ്രമോദി ഏറ്റവും അധികം കുലുങ്ങിയത് നമ്മൾ ഈ നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് പാളിപ്പോയപ്പോൾ എന്നെ കത്തിച്ചോളൂ, പച്ചക്ക് കത്തിച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. കർഷക സമരം അവരെ കുലുക്കിയെങ്കിലും അവരത് മാനേജ് ചെയ്തു. ഇപ്പോൾ ഇതിങ്ങനൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. അതിനകത്ത് ഈ സർക്കാരിനെതിരായിട്ട്, BJPക്കെതിരായിട്ട്, ഈ രാഷ്ട്രീയ പക്ഷത്തിനെതിരായിട്ട് എടുത്തു വെക്കാവുന്ന ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യത്തെ പ്രിയങ്ക ഗാന്ധി, അതും എങ്ങനെ അഗ്രസീവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി നാളെ സർക്കാരിനൊപ്പം മാത്രം നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും തള്ളിക്കളയാൻ പറ്റാത്ത വിധമുള്ള മുഖഭാവ ചലനങ്ങളോട് കൂടിയിട്ട് അവരെടുത്ത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചെറിയ കാര്യമായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഇടപെടൽ, പാർലമെൻറ്റിലെ ഇടപെടൽ അതിഗംഭീരമായിട്ടുള്ള ഒരു കയ്യടി, അപ്ലോസ്, അഭിനന്ദനം അർഹിക്കുന്നതാണ്. കാരണം രാഷ്ട്രീയം എന്നുള്ളത് BJP സർക്കാരിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ രാജ്യത്തുണ്ടല്ലോ. ഇപ്പോൾ 38-40% വോട്ട് BJPക്കും 60-ലേറെ വോട്ട് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം വോട്ട് ഇപ്പുറത്തും BJP എതിർക്കുന്ന പക്ഷത്തിന് രാജ്യത്തുണ്ട്. അപ്പോൾ ഇത് നിരന്തരമായുള്ള രാഷ്ട്രീയ സംവാദങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. രാഷ്ട്രീയ സംവാദങ്ങൾക്കിടമില്ലാത്ത വിധം ഒറ്റ കാര്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ നിലക്ക് കൃത്യമായ പോയിന്റിൽ, കൃത്യമായ ഇടത്ത് ഇന്ന് പാർലമെൻറ്റിൽ അതിഗംഭീരമായിട്ട് ഇടപെട്ടു എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയോട് വലിയ രാഷ്ട്രീയമായിട്ടുള്ള ആദരവ് തോന്നിയൊരു ദിവസമാണ്. KC വേണുഗോപാൽ, നമ്മുടെ നേതാവ് KC വേണുഗോപാലും അവിടെ ആ നിലക്ക് തന്നെ വളരെ സപ്പോർട്ടായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഇടപെടലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒറ്റ കാര്യം, അതായത് എന്തുകൊണ്ട് മോദിയും അമിത്ഷായും ഇടപെടുന്നില്ല എന്ന ചോദ്യം അവർ ആവർത്തിച്ചുയർത്തി. രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഈ ആഭ്യന്തരമന്ത്രിയുടെ കൈവശമുള്ള പോലീസ് ഫോഴ്സ് ഇത്ര വലിയ ഒരു ക്രൂരമായിട്ടുള്ള ഇടപെടൽ, പെല്ലറ്റ് തോക്കുകളും AK-47 അപ്പുറത്തെ സംസ്ഥാനത്തും ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കുട്ടികളെ തന്നെ നേരിടാൻ ഉണ്ടായ കാരണം എന്താണ് എന്ന് ആഭ്യന്തരമന്ത്രി പറയണ്ടേ, പ്രധാനമന്ത്രി പറയണ്ടേ?
അതായത് അത് അവർക്ക് എങ്ങനെയാണ് ഒഴിഞ്ഞു പോകാൻ പറ്റും? ഇനിയിപ്പോൾ അവരെ കുറ്റപ്പെടുന്നതാണെങ്കിൽ ഇത് ചൈന രാജ്യവിരുദ്ധ ശക്തികളുണ്ട്, ചൈന ശക്തികളാണ്, അത് വന്ന് പറയാനുള്ള ഉത്തരവാദിത്തം, രാജ്യത്തോട് പറയാനുള്ള ഉത്തരവാദിത്തം അമിത്ഷായ്ക്കുണ്ട്. അതിന്മേൽ ആ നിലക്കുള്ള ഒരു സമ്മർദ്ദവും ഈ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മേലെ ചെലുത്താനും ഇന്നത്തെ പ്രസംഗത്തിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന പ്രസംഗമാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ നടത്തിയത്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ചോദ്യം ചെയ്തും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ പഴയകാല പരാമർശങ്ങൾ ഓർമ്മിപ്പിച്ചുമായിരുന്നു ആ പ്രസംഗം. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തെ പ്രിയങ്ക ഗാന്ധി ഇന്ന് അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാക്കി. പ്രിയങ്കയുടെ പ്രസംഗം പരമാവധി തടസ്സപ്പെടുത്താനായിരുന്നു ഭരണപക്ഷത്തിൻ്റെ ശ്രമം. മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പഴയ നിലപാടുകൾ കൂടി ചർച്ചയാവുകയാണ്. എല്ലാവരും മറന്നു തുടങ്ങി എന്ന് കരുതിയിരുന്ന ബിൽക്കീസ് ബാനുവും ഗുജറാത്ത് കലാപവുമെല്ലാം വീണ്ടും ചർച്ചയാക്കുന്നതിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്താണെങ്കിലും CJP സമരത്തിലെ അതിക്രമവും പ്രഹ്ലാദ് ജോഷിയുടെ പഴയകാല നിലപാടുകളുമെല്ലാം വരും ദിവസങ്ങളിലും പാർലമെന്റിനെ ചൂടുപിടിപ്പിക്കും എന്നുറപ്പാണ്. അടുത്ത വിഷയത്തിലേക്ക്.